ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അഞ്ജനാസ് വ്ലോഗ്. ഇന്ന് നമ്മൾ പൊമ്പയ്ക്കാണ് പോകാൻ പോകുന്നത്. ഞങ്ങളെല്ലാം അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്കൂളിൽ നിന്ന് ടീച്ചേഴ്സും പാരൻസും ആയിട്ടാണ് പോകുന്നത്. കുട്ടികളൊക്കെ ഉണ്ട്. 5ാം ക്ലാസ്സിലെ കുട്ടികളെ മാത്രമാണ് കൊണ്ടുപോയിരിക്കുന്നത്. ഞാനും കൂടെ പോയിട്ടുണ്ടായിരുന്നു. എനിക്ക് സ്കൂളുണ്ടായിരുന്നു. അന്ന് സ്കൂളിൽ സ്പോർട്സ് ആയിരുന്നു. ഈ തൊപ്പിട്ടിരിക്കുന്ന ആളാണ് അവിടുത്തെ അരവിന്ദൻ അങ്കിൾ. അവിടെ തോട്ടത്തിൻ്റെ ഒക്കെ ഉടമസ്ഥയാണ്. സംരക്ഷിക്കുക ചെയ്യും. എന്താ സംരക്ഷിക്കാന്ന് പറഞ്ഞാൽ അപ്പൊ ഇതിന് കുറേ അശോക മരം മരുന്നിന് ഉപയോഗിക്കുന്നതാണ്. ഗൈനിക് ടോണിക് ആണ് ഉണ്ടാക്കുന്നത്. സ്ത്രീജന്യ രോഗങ്ങൾക്കുള്ള. അവിടെയുള്ള എല്ലാ ചെടികളെക്കുറിച്ചും മരങ്ങളെക്കുറിച്ചും ഓരോ പുല്ലിനെക്കുറിച്ചും ഞങ്ങൾക്ക് വിവരിച്ചു തന്നു. അവിടെ ഉണ്ടായിരുന്നതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മാങ്ങയുടെ ഇനം അൽഫോൺസയാണ്. അവിടെ മാംഗോസ്റ്റിനും ഉണ്ടായിരുന്നു. നിങ്ങളിപ്പോൾ കാണുന്ന സിൻഷിബ എന്ന് പറഞ്ഞൊരു ആഫ്രിക്കൻ മരമാണ്. ആഫ്രിക്കൻ കാടുകളിൽ മാത്രമാണ് ആ മരം കാണപ്പെടുന്നത് എന്നാണ്. ഇപ്പോഴും ഐ വന്നേ ഉള്ളൂ. വാട്ടർ ടാങ്ക് എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ വെള്ളം കൊണ്ട് ഈ പുന്നെണ്ണ ഉപയോഗിക്കുന്നത്. പോലീസുകാരുടെ വഴിയിലുള്ള വടി അതിനുപയോഗിക്കുന്ന മുറയാണ്. അവിടെ മഞ്ഞ മുള മുതൽ പോലീസുകാർ ലാത്തിക്ക് ഉപയോഗിക്കുന്ന മുള വരെ ഉണ്ടായിരുന്നു. ഇത് ഡ്രാഗൺ ഫ്രൂട്ട് ചെടി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇത് വള്ളി പടർന്ന് പിടിച്ച് ആ ടയറിൻ്റെ മേലിൽ കൂടെ ഒരു പൂ വിരിയുന്ന പോലെയാണ് ഉണ്ടാവുക. ഇത് തേൻകുടമാണ്. തേനീച്ചയും തേനും ഒക്കെ ഇട്ട് സംഭരിച്ച് വെച്ചിരിക്കുന്ന ഒരു കുടമാണത്. ഇവിടെ പലതരം വാഴകളുണ്ടായിരുന്നു. കണ്ടോ, എന്ത് രസത്തിലാണ് പൂ വിരിഞ്ഞു നിൽക്കുന്ന പോലെ വിരിഞ്ഞിരിക്കുന്നത്. ഇതൊരു മഴൽ എന്ന് പറഞ്ഞ ചെടിയാണ്. അവിടെ കുറേ കുളങ്ങളുണ്ടായിരുന്നു. ലൂബിക്ക, സ്ട്രോബെറി. ഇത് ഏറ്റവും വലിയ ആലോവേറയാണ്. ഇത് ശംഖുപുഷ്പമാണ്. ശംഖുപുഷ്പം നല്ല രസമില്ലേ കാണാൻ. പപ്പായ മരത്തിന് തൊട്ട് മുന്നിൽ തന്നെ കരിമുത്തൽ എന്ന് പറഞ്ഞൊരു പായലാണ് ഗൈസ്. നിങ്ങളീ കാണുന്നത് വെള്ളി കൊടുവേലി എന്ന് പറഞ്ഞൊരു ചെടിയാണ്. രുദ്രാക്ഷമരത്തിലുണ്ടായ 5 മുഖമുള്ള രുദ്രാക്ഷമാണ്. അദ്ദേഹത്തിന് വേണ്ട ട്രോഫികളാണ് ഈ നിരത്തി വെച്ചിരിക്കുന്നത്. ദേശീയ അവാർഡ് മുതൽ സംസ്ഥാന അവാർഡുകൾ വരെ അദ്ദേഹത്തെ തേടി വന്നിട്ടുണ്ട്. ഒരു സമയത്ത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വെറൈറ്റീസ് ഓഫ് വാഴകൾ ഉണ്ടായിരുന്ന സ്ഥലമായിരുന്നു ഈ സ്ഥലം. ഇവിടെ ഉണ്ടായിരുന്ന കുറേ ചെടികൾ അദ്ദേഹം ഞങ്ങൾക്ക് തന്നു.